KCL സീസൺ 1 സ്വാഗതം. ആദ്യ കളിയിൽ ഏറ്റുമുട്ടുന്നു റോക്ക് സ്റ്റാറും സ്റ്റാമ്പയും. ടോസ് നേടിയ സ്റ്റാമ്പ ബോളിംഗ് തിരഞ്ഞെടുത്തിരിക്കുകയാണ്. റോക്ക് സ്റ്റാറിന് വേണ്ടി ബാറ്റ് ചെയ്യാനെത്തുന്നു അരുൺ രാജ് ഗണപതി. കൂടെ അഖിൽ വാസു, എക്സ്പീരിയൻസ്ഡ് ബാറ്റ്സ്മാനാണ്. സ്റ്റാമ്പക്ക് വേണ്ടി ആദ്യ ഓവർ എറിയാനെത്തുന്നു വിവേക് സുരേഷ്. 90 മാച്ചുകളിൽ നിന്നും 57 വിക്കറ്റ് നേടിയ ബോളറാണ്. ആദ്യ ബോൾ ബാറ്റ് ചെയ്യാനെത്തുന്നു അരുൺ രാജ്. ഫസ്റ്റ് ബോൾ ഫേസ് ചെയ്യുകയാണ്. ഒരു ലെഗ് ബൈയിലൂടെ ഒരു സിംഗിൾ നേടാൻ റോക്ക് സ്റ്റാറിന് സാധിച്ചു. ആദ്യ റൺ കുറുക്കിയാണ്. സെക്കൻഡ് ബോൾ ഫേസ് ചെയ്യുന്നു അഖിൽ വാസു. ഓഫ് ലോഡ് കട്ട് ചെയ്യാനുള്ള അവസരം. അത് എഡ്ജിലൂടെ, അത് ഫുൾ ഡൈവിങ് ക്യാച്ചായിരുന്നു. നല്ലൊരു അറ്റംപ്റ്റ് ആയിരുന്നു യദുവിൻ്റെ. അത് ഡ്രോപ്പായിരിക്കുകയാണ്. ഒരു ലൈഫ് കിട്ടിയിരിക്കുകയാണ് അഖിലിനെ. നമുക്ക് നോക്കാം അഖിലിന് എന്ത് ചെയ്യാൻ സാധിക്കുമെന്ന്. വീണ്ടും ഒരു മിസ് ഷോട്ട്. രാജ് ഗണപതിയുടെ സ്ട്രൈക്ക് ചെയ്യുന്നു. ലൈഫ് കിട്ടിയ അഖിൽ. ബോൾ ക്യാൻസൽ ചെയ്തിരിക്കുകയാണ്. അഖിൽ വാസു ഫേസ് ചെയ്യുകയാണ് വിവേകിനെ. അതൊരു ഹെലികോപ്റ്റർ ഷോട്ടുള്ള അറ്റംപ്റ്റ് ആയിരുന്നു. വിവേക് സുരേഷിൻ്റെ ആദ്യ ഓവർ അവസാനിക്കുമ്പോൾ റോക്ക് സ്റ്റാർ വിക്കറ്റ് നഷ്ടപ്പെടാതെ 4 റൺസ് നേടിയിരിക്കുന്നു. അടുത്തായി ബോൾ ചെയ്യാനെത്തുന്നു അമ്പാടി. ഒരു മീഡിയം ബോളറാണ് അമ്പാടി. നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ബോളറാണ്. ഈ ഗ്രൗണ്ടിൽ കളിച്ച് നല്ല എക്സ്പീരിയൻസ് ഉള്ള ബോളറാണ് അമ്പാടി. നമുക്ക് നോക്കാം അഖിൽ എങ്ങനെ ഫേസ് ചെയ്യുന്നു നോക്കാം. ആദ്യ ബോൾ ചെയ്യാനെത്തുന്നു അമ്പാടി. അത് മിസ് ഷോട്ട്. അത് ബോൾ താന്നു പോയിരുന്നെങ്കിൽ വിക്കറ്റ് തെറിച്ചാനെ അഖിലിൻ്റെ. സെക്കൻഡ് ബോൾ. യെസ്, നല്ല കിട്ടിയ ലൈഫ് നന്നായി ഉപയോഗപ്പെടുത്തി റോക്ക് സ്റ്റാറിന് വേണ്ടി ആദ്യ 6 നേടിയിരിക്കുകയാണ് അഖിൽ വാസു. ലോങ് ഓണിന് മുകളിലൂടെ. സെക്കൻഡ് ബോൾ. വീണ്ടും ഷോർട്ട് ബോൾ അതിന് പുള്ളി വിട്ടിരിക്കുകയാണ്. ഒരു 4 റൺസ് കിട്ടിയിരിക്കുന്നു അഖിലിനെ. യദു കീപ്പർ എന്തോ പൊസിഷൻ കാണിക്കുന്നുണ്ട്. പൊസിഷൻ അറിയാൻ സാധിക്കുമോ? ഒരു ഫുൾ ടോസ് ബോൾ, അതും പിക്ക് ചെയ്തിരിക്കുകയാണ്. 6 അടിച്ചു. ലാസ്റ്റ് ബോൾ ഈ ഓവറിലെ ഷോർട്ട് ബോൾ. അത് ഓഫിലോട്ട് പുള്ളി ചെയ്തിരിക്കുകയാണ്. അത് 4 റൺസ്. ഈ ഓവറിൽ 20 റൺസ് മുകളിൽ നേടാൻ സാധിച്ചു. 24 റൺസ് 2 ഓവറിൽ നേടാൻ റോക്ക് സ്റ്റാറിന് സാധിച്ചിട്ടുണ്ട്. വീണ്ടും വിവേക് സുരേഷ് ആദ്യ ഓവറിന് ശേഷം വീണ്ടും സ്റ്റാമ്പക്ക് വേണ്ടി പന്തെറിയാനെത്തുന്നു വിവേക് സുരേഷ്. ഫേസ് ചെയ്യുന്നത് അരുൺ രാജ്. ഫസ്റ്റ് ബോൾ തന്നെ സ്ട്രൈറ്റ് ഡ്രൈവ്. യെസ്, അതൊരു 4 റൺസ് കലച്ചു. 2 ഫീൽഡറിനും നേടാൻ സാധിച്ചില്ല. നല്ല എക്സ്പീരിയൻസ് ബോളറെ പോലെ തന്നെ. അതൊരു ഷോട്ടായിരുന്നു. നമുക്ക് നോക്കാം. അണ്ടറിൽ കൊച്ചകിൽ അത് ക്യാച്ചിലോട്ട് ഡ്രോപ്പ് എടുത്തിരിക്കുകയാണ്. ആ ഒരു ക്യാച്ച് 6 റണ്ണോട് പിടിച്ചിട്ട് അമ്പാടിക്ക് കൈമാറിയിരിക്കുന്നു. വളരെ നല്ല ക്യാച്ചായിരുന്നു. 7 ബോളിൽ നിന്ന് 5 റൺസ് എടുത്ത് ഔട്ടായിരിക്കണം. അടുത്ത ബാറ്റ്സ്മാൻ റോക്ക് സ്റ്റാറിന് വേണ്ടി KR. നമുക്ക് നോക്കാം. ബോൾ ഫേസ് ചെയ്യുന്നു. ഫസ്റ്റ് ബോൾ തന്നെ ലെഗ് സൈഡ് ഫ്ലിക്ക് ചെയ്തുകൊണ്ട് ഒരു 4 റൺസ്. ഫസ്റ്റ് ബോൾ തന്നെ 4 റൺസ് ബൗണ്ടറി നേടിക്കൊണ്ട് റോക്ക് സ്റ്റാറിന് വേണ്ടി KR. നെക്സ്റ്റ് ബോൾ ഫേസ് ചെയ്യുന്നു KR. അതൊരു ഷോർട്ട് ബോൾ എന്ന് പറയാൻ സാധിച്ചില്ല. പക്ഷേ ലോങ് ഓഫിൻ്റെ മുകളിലൂടെ ഒരു 6 നേടി. 3 ഓവർ അവസാനിക്കുമ്പോൾ 40 റൺസിന് 1 വിക്കറ്റ് നഷ്ടത്തിൽ നേടിയിരിക്കുകയാണ്. അടുത്ത ഓവർ എത്തുന്നു അഖിൽ ഷാ, സ്റ്റാമ്പ ബോയ്സിൻ്റെ ക്യാപ്റ്റൻ. ഫേസ് ചെയ്യുന്നു അഖിൽ വാസു. നമുക്ക് നോക്കാം. അതും ഒരു മിസ് ഷോട്ടായിരുന്നു. കണക്ട് ചെയ്യാൻ സാധിച്ചില്ല. ബോൾഡ്. വളരെ നല്ല രീതിയിൽ തന്നെ ബോൾഡാക്കിയിരിക്കുകയാണ്. 11 പന്തിൽ നിന്ന് 22 റൺസ് നേടി ഔട്ടായിരിക്കുകയാണ്. അടുത്ത ബാറ്റ്സ്മാൻ റോക്ക് സ്റ്റാറിന് വേണ്ടി അരവിന്ദ് വേണുഗോപാൽ. 318 മാച്ചിൻ്റെ ഒരു എക്സ്പീരിയൻസ് ബാറ്റ്സ്മാൻ. റോക്ക് സ്റ്റാറിൻ്റെ മുതൽക്കൂട്ടാണ്. ബോൾ ഫേസ് ചെയ്യുന്നു അഖിലിൻ്റെ. ബോൾ ഫേസ് ചെയ്യുന്നു. ഉയർത്തി അടിച്ചിരിക്കുകയാണ്. നോക്കാം. ദാറ്റ്സ് വീണ്ടും കുഞ്ഞഖിലിൻ്റെ കയ്യിലോട്ട് എത്തിച്ച് അഖിൽ ഷാ. വീണ്ടും ഒരു ബ്രേക്ക് ത്രൂ. ഒമ്പനടിക്കാരനായിട്ടുള്ള അരവിന്ദിന് ഔട്ടായിരിക്കുകയാണ്. നെക്സ്റ്റ് ബാറ്റ്സ്മാൻ ബിപിൻ മാത്യു, റോക്ക് സ്റ്റാറിൻ്റെ ക്യാപ്റ്റൻ. സ്റ്റാമ്പിൻ്റെ ക്യാപ്റ്റൻ നേരിടുകയാണ്. ഫസ്റ്റ് ബോൾ തന്നെ ലെഗ് പുള്ളി മാറുന്നു. 4 റൺസ്. ഫസ്റ്റ് ബോൾ തന്നെ ബൗണ്ടറി അടിച്ച് റോക്ക് സ്റ്റാറിൻ്റെ റൺസ് കൂട്ടുകയാണ് ബിപിൻ. ഓഫിലോട്ടൊരു ഷോട്ടായിരുന്നു. അതൊരു റൺ ഔട്ട് ചാൻസ് ആയിരുന്നു. KRനെ പുറത്താക്കാനുള്ള. അത് കണക്ട് ചെയ്യാൻ സാധിച്ചില്ല സ്റ്റമ്പിലോട്ട്. അടുത്ത ബോൾ ഫേസ് ചെയ്യുന്നു KR. 6 ഫേസ് ചെയ്ത് ആ 3 ബോളിൽ 6 അടിച്ചുകൊണ്ട്
ഭയങ്കര 5 ഓവർ അവസാനിക്കുമ്പോൾ 51 റൺസ് നേടാൻ സാധിച്ചിട്ടുണ്ട്. ദെൻ ബോൾ ചെയ്യാനെത്തുന്നു അഖിൽ കെ രവി. ഫസ്റ്റ് ബോൾ തന്നെ യദുവിൻ്റെ വീണ്ടും ഒരു ഫുൾ ടൈം ക്യാച്ചിനുള്ള അറ്റംപ്റ്റ് ആയിരുന്നു, അത് കയ്യിലെടുക്കാൻ സാധിച്ചില്ല. അതൊരു ഓവർ ത്രോ, 1 റൺസ് സിംഗിൾ നേടാൻ സാധിച്ചു. സ്ട്രൈക്ക് മാറി അഖിൽ എത്തുന്നു, അഖിലിനെ നേരിടുകയാണ്. ഫസ്റ്റ് ബോൾ ദെൻ ലോങ് ഓണിന് മുകളിലൂടെ ഒരു 6 റൺ. സെക്കൻഡ് ബോൾ ഫേസ് ചെയ്യാണ്, ഒരു ഷോർട്ട് ബോളായിരുന്നു, അതൊരു ലെഗ് സൈഡിന് മുകളിലൂടെ പറമ്പിലോട്ട് അടിച്ചിട്ടാണ് KR. ദെൻ വീണ്ടും ഒരു സിംഗിൾ റൺസ് നേടിയിരിക്കുകയാണ്. അഖിലിനെ ഫേസ് ചെയ്യുന്നു ബിപിൻ മാത്യു. ദെൻ ഷോർട്ട് ബോൾ, അതിനെ ലെഗ് സൈഡിന് മുകളിലൂടെ 6 അടിച്ചിരിക്കുകയാണ് ബിപിൻ മാത്യു. ലാസ്റ്റ് ബോൾ ഒരു സിംഗിൾ ഇട്ടുകൊണ്ട് അവസാനിപ്പിച്ചിരിക്കുകയാണ്. അങ്ങനെ 5 ഓവർ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ 72 റൺസിന് 3 വിക്കറ്റ് നഷ്ടത്തിൽ എന്ന രീതിയിലാണ് റോക്ക് സ്റ്റാർ. വീണ്ടും അഖിൽ ഷാ ആദ്യ ഓവറിലെ വിക്കറ്റിങ്ങിന് ശേഷം വീണ്ടും ബോളിനെത്തുന്നു അഖിൽ ഷാ, ഫേസ് ചെയ്യുന്നു ബിപിൻ മാത്യു. അത് ഓഫിലോട്ട് വന്ന ബോൾ ഉയർത്തിയടിച്ചുകൊണ്ട് ബിപിൻ മാത്യു ഔട്ടായിരിക്കുകയാണ്. 6 പന്തിൽ 13 റൺസുമായി ഔട്ടായിരിക്കുകയാണ്. വീണ്ടും റോക്ക് സ്റ്റാറിന് വേണ്ടി ബാറ്റ് ചെയ്യാനെത്തുന്നു രതീഷ് പപ്പാസ്. ഒരു ഷോർട്ട് ബോൾ, അതിനെ പുൾ ചെയ്തുകൊണ്ട് രതീഷ് പപ്പാസിൻ്റെ ആദ്യ 6 നേടിയിരിക്കുകയാണ്. 3 ഡോട്ട് ബോളിന് ശേഷം 6 അടിച്ചിരിക്കുകയാണ്. ലാസ്റ്റ് ബോൾ വീണ്ടും ഡോട്ട് ബോൾ കൂടി. അങ്ങനെ 6 ഓവർ അവസാനിക്കുമ്പോൾ 78 റൺസിന് 4 വിക്കറ്റ് നഷ്ടത്തിൽ 78 റൺസ് നേടാൻ സാധിച്ചു. വീണ്ടും ലാസ്റ്റ് ഓവർ എത്തുന്നു സ്റ്റാമ്പക്ക് വേണ്ടി അഖിൽ ബാലചന്ദ്രൻ അയക്കുകയാണ്. ഇനി 5 ബോൾ കൂടി ബാക്കി ഈ ഓവറിൽ. ഇന്നത്തെ ബോൾ സ്ട്രൈറ്റിലൂടെ ഒരു ലോങ് ഷോട്ടിലൂടെ 6 നേടിയിരിക്കുകയാണ് KR. അവസരം ജസ്റ്റ് സ്റ്റമ്പിൻ്റെ അടുത്ത് കടന്നു പോയിരിക്കുകയാണ്. ഒരു ഷോർട്ട് ബോൾ, അതിനെ 4 കലശിച്ച് ബൗണ്ടറിലോട്ട്. റോക്ക് സ്റ്റാറിൻ്റെ ആദ്യ ഇന്നിങ്സിലെ അവസാന ബോൾ എറിയുന്നത് KB. ഒരു ലെഫ്റ്റിൽ വന്ന ഒരു ഫുൾ ടോസിനെ 6 അടിച്ച് മാറ്റിയിരിക്കുകയാണ്. റോക്ക് സ്റ്റാർ 7 ഓവർ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ 94 റൺസ് നേടിയിരിക്കുകയാണ്. 4 വിക്കറ്റ് നഷ്ടത്തിൽ സ്റ്റാമ്പക്ക് വിജയിക്കാൻ 95 റൺസ്. സ്റ്റാമ്പക്ക് വേണ്ടി ബാറ്റ് ചെയ്യാനെത്തുന്നു അഖിൽ ഷായും അഖിൽ കെ രവിയും. ആദ്യ ഓവർ എറിയുന്നു KR സ്റ്റാമ്പക്ക് വേണ്ടി. സ്റ്റാമ്പക്ക് വേണ്ടി ബാറ്റ് ചെയ്യുന്നു അഖിൽ ഷാ. ഫസ്റ്റ് ബോൾ തന്നെ ഒരു സിംഗിൾ അടിച്ച് മാറിയിരിക്കുകയാണ് അഖിൽ ഷാ. ബാറ്റ് ചെയ്യാനെത്തുന്നു അവരുടെ എക്സ്പീരിയൻസ് വമ്പനടിക്കാരൻ കൊച്ചഖിൽ, കുഞ്ഞഖിൽ, അഖിൽ കെ രവി. ഒരു സ്ലോ ബോളിലൂടെ അരവിന്ദിൻ്റെ കൈകളിലെത്തിച്ചുകൊണ്ട് കുഞ്ഞഖിലിനെ ഔട്ടാക്കിയിരിക്കുകയാണ്. ആദ്യ പന്തിൽ തന്നെ ക്യാച്ച് കൊടുത്ത് മാറിയിരിക്കുന്നു. ദെൻ അവരുടെ പുതിയ ബാറ്റ്സ്മാൻ അമ്പാടി, 101 മാച്ചിൽ നിന്ന് 700-ലധികം റൺസ് നേടിയിട്ടുള്ള അമ്പാടിയാണ് അടുത്ത ബാറ്റ് ചെയ്യാനെത്തുന്നത്. KRൻ്റെ ബോളിനെ ഫേസ് ചെയ്യാനെത്തുന്ന അമ്പാടി. ആദ്യ ബോൾ തന്നെ ഒരു 4 റൺസ് നേടിയിരിക്കുകയാണ്. പവർ പ്ലേയിൽ 3 പ്ലേയേഴ്സ് മാത്രം പുറത്തുള്ള സമയം. ബാറ്റ്സ്മാൻ ഏറ്റവും കൂടുതൽ സ്കോർ ചെയ്യാൻ പറ്റുന്നൊരു സമയം. അതൊരു ഡബിളിലോട്ട് കലാശിച്ചിരിക്കുകയാണ്. 2 റൺസ് നേടി. ഓഫിലോട്ട് 2 റൺസ് നേടി അമ്പാടി. അടുത്ത ബോൾ ഫേസ് ചെയ്യുന്നു അമ്പാടി. ഒരു സ്ലോ ബോൾ, അതിനെ വളരെ നല്ല രീതിയിൽ പിക്ക് ചെയ്തുകൊണ്ട് ലോങ് ഓൺ മുകളിലൂടെ 6 അടിച്ചിരിക്കുകയാണ് അമ്പാടി. താൻ വന്നിരിക്കുന്നത് സ്റ്റാമ്പെ വിജയിപ്പിക്കാനെന്ന് ഒരിക്കൽ കൂടി കാണിച്ചു തന്നുകൊണ്ട് അമ്പാടി. വീണ്ടും ഒരു ഓവർ പിക്ക് ബോൾ, അതിനെ കറക്റ്റായിട്ട് തന്നെ പിക്ക് ചെയ്തുകൊണ്ട് ലോങ് ഓൺ മുകളിലൂടെ അരവിന്ദിന് ഒന്നും ചെയ്യാൻ സാധിച്ചില്ല. ആദ്യത്തെ ഓവർ അവസാനിക്കുമ്പോൾ സ്റ്റാമ്പ 1 വിക്കറ്റ് നഷ്ടത്തിൽ 19 റൺസ് നേടാൻ സാധിച്ചു. അടുത്തായി പന്തെറിയാനെത്തുന്ന റോക്ക് സ്റ്റാറിന് വേണ്ടി ചെറിയാൻ. റൈറ്റ് ആം ഫാസ്റ്റ് ബോളർ, പന്തുകൾ എറിയുന്ന ചെറിയാൻ. വീണ്ടും 4 റൺസ്. ആദ്യ ബൗണ്ടറി സ്റ്റാമ്പക്ക് വേണ്ടി അഖിൽ ഷയുടെ ആദ്യ ബൗണ്ടറി. ചെറിയാൻ്റെ അവസാന ബോൾ ഫേസ് ചെയ്യുന്നു. വീണ്ടും ഒരു 4 റൺസ് കൂടി. വളരെ നല്ല രീതിയിൽ തന്നെ പന്തെറിഞ്ഞ ചെറിയാൻ്റെ ഓവറിൽ. അങ്ങനെ 2 ഓവർ അവസാനിക്കുമ്പോൾ സ്റ്റാമ്പ 31 റൺസ് ഒരു നഷ്ടത്തിൽ നേടിയിരിക്കുകയാണ്. അടുത്തായി പന്തെറിയാനെത്തുന്നു അഖിൽ വാസു. പന്തെറിഞ്ഞ് മാറുകയാണ് അഖിൽ വാസു. ഔട്ട്. അഖിലിൻ്റെ കൈകളിലെത്തിച്ചുകൊണ്ട് ഔട്ടാവുന്നു. അടുത്ത ബാറ്റ്സ്മാൻ യദു കൃഷ്ണൻ. സ്റ്റാമ്പക്ക് വേണ്ടി യദു ബാറ്റ് ചെയ്യാനെത്തുന്നു. ഫസ്റ്റ് ബോൾ ഉയർത്തിടിക്കാനുള്ള ശ്രമം. ഒരു സിംഗിൾ മാത്രം.
അവിടെ അങ്ങനെ 3 ഓവർ അവസാനിക്കുമ്പോൾ സ്റ്റാമ്പ 35 റൺസ് 2 വിക്കറ്റ് നഷ്ടത്തിൽ മറിയിരിക്കുകയാണ്. അടുത്ത പന്തെറിയാനെത്തുന്നു അവർ ക്യാപ്റ്റൻ ബിബിൻ മാത്യു. യദുവിൻ്റെ അതിമനോഹരമായൊരു ഷോട്ട് ദിൽഷനെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സ്കൂപ്പായിരുന്നു അത്. വീണ്ടും 6 റൺ ഓഫിലോട്ട് ഫുൾ ടോസ് യൂസ് ചെയ്തുകൊണ്ട് 6 റൺ നേടിയിരിക്കുകയാണ്. വീണ്ടും യദു ഔട്ടായി. വളരെ നല്ലത് തന്നെ ബാറ്റ് ചെയ്തുകൊണ്ടിരുന്ന യദു ഔട്ടായിരിക്കുകയാണ്. അടുത്തതായി സ്റ്റാമ്പക്ക് വേണ്ടി ബാറ്റ് ചെയ്യാനെത്തുന്നു അജയ്. 4 ഓവർ അവസാനിക്കുമ്പോൾ 3 വിക്കറ്റ് നഷ്ടത്തിൽ 49 റൺസാണ് ദിൽഷൻ നേടിയിരിക്കുന്നത്. അടുത്തായി ബാറ്റ് ചെയ്യാനെത്തുന്നു ബോൾ ചെയ്യാനെത്തുന്നു അഖിൽ വാസു. ഫേസ് ചെയ്യുന്ന അമ്പാടി. ഡോട്ട് ബോൾ. ആദ്യ ഓവർ പോലെ തന്നെ രണ്ടാമത്തെ ഓവറും വളരെ നല്ലതിൽ തന്നെ എറിഞ്ഞു മാറുന്നു അഖിൽ. അമ്പാടിയുടെ ഒരു ശ്രമം. അത് ലോങ് ഓൺ മുകളിലൂടെ അരവിന്ദിന് മുകളിലൂടെ അത് 6 നേടിയിരിക്കുകയാണ്. സ്റ്റാമ്പക്ക് വേണ്ടി അഖിലിനെ ഫേസ് ചെയ്യുന്നു അജയ്. വീണ്ടും ഒരു ഡോട്ട് ബോൾ. വളരെ മനോഹരമായി തന്നെ ഈ പിച്ചിൽ ബോളെന്ന് പറയാൻ 5 ഓവർ കഴിയുമ്പോൾ 3 വിക്കറ്റ് നഷ്ടത്തിൽ 58 റൺസാണ് സ്റ്റാമ്പയുടെ സ്കോർ. 6ാമത്തെ ഓവർ എറിയാനെത്തുന്നു അരുൺരാജ് ഗണപതി. ഒരു ഫാസ്റ്റ് ബോളറായിരുന്നു അദ്ദേഹം. കുറേ നാൾക്ക് ശേഷം വീണ്ടും ബോൾ ചെയ്യുന്നു. ഒരു ഷോർട്ട് ബോൾ. അതൊരു 6 കലാശിച്ചു. സ്റ്റാമ്പക്ക് വേണ്ടി ഒറ്റയാൾ. വീണ്ടും ബാറ്റ് ചെയ്യാനെത്തുന്നു അജയ്. അത് ഒരു മിസ് ഷോട്ടായിരുന്നു. യെസ്, അജയുടെ വിക്കറ്റും വേണ്ടിയിരിക്കുകയാണ്. അടുത്തതായി ബാറ്റ് ചെയ്യാനെത്തുന്നു ശരത്. 89 മാച്ചിൽ നിന്ന് 1000-ലധികം റൺസ് നേടിയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ബാറ്റ്സ്മാനാണ്. അരുൺരാജിനെ ഫേസ് ചെയ്യുന്നു ശരത്. അത് വൈഡ് ബോൾ. വീണ്ടും അവിടെ നല്ല ബാറ്റ്സ്മാൻ അമ്പാടി പിക്ക് ചെയ്യുന്നു. യെസ്, അരവിന്ദിനെ കൈകളിൽ എത്തിച്ചുകൊണ്ട് അമ്പാടി ഔട്ടാക്കിയിരിക്കുകയാണ്. അടുത്ത ബാറ്റ്സ്മാൻ രാഹുൽ മണ്ണൂർ അരുണിനെ ഫേസ് ചെയ്യുന്നു. നേരിട്ട് ആദ്യ പന്ത് തന്നെ ലെഗ് സൈഡിന് മുകളിലൂടെ 6 അടിച്ചുകൊണ്ട് രാഹുൽ. 6 ഓവർ അവസാനിക്കുമ്പോൾ 76 റൺസ് 5 വിക്കറ്റ് നഷ്ടത്തിലാണ് സ്റ്റാമ്പ്. അവസാന ഓവർ എത്തുന്നു ചെറിയാൻ. ആദ്യ ഓവറിൽ വളരെ നല്ല തന്നെ എറിഞ്ഞു മാറിയ ചെറിയാൻ വീണ്ടും അവസാന ഓവർ എറിയാനെത്തുന്നു. യെസ്, ഒരു മനോഹരമായ ബോളായിരുന്നു. ശരത്തിന് കണക്ട് ചെയ്യാൻ സാധിച്ചില്ല. ഫേസ് ചെയ്യുന്നു രാഹുലിൻ്റെ മനോഹരമായ ഷോട്ട്. അത് മിസ്ഫീൽഡ്. ഓ മൈ ഗോഡ്, അതൊരു ഓവർ ത്രോയിലൂടെ 4 റൺസ് എന്ന സംശയത്തിലാണ്. രാഹുലിൻ്റെ മനോഹരമായ ഷോട്ട്. യെസ്, ഒമ്പനടിക്കാൻ രാഹുൽ നോട്ടായിരിക്കുന്നു. അടുത്ത ബാറ്റ്സ്മാൻ വിവേക് സുരേഷ്. അവസാന പന്ത് ഫേസ് ചെയ്യാനെത്തുന്നു ചെറിയാൻ ലാസ്റ്റ് ബോൾ. ഒരു ഫുൾ ലെങ്ത് ഡെലിവറി ആയിരുന്നു. അത് മാച്ച് എൻഡ്സ്. KCL സീസൺ 1 ആദ്യ കളിയിൽ വിജയിച്ചിരിക്കുകയാണ് റോക്ക് സ്റ്റാർ. സ്റ്റാമ്പ ബോയ്സ് പുൽവഴിയെ 10 റൺസിന് തോൽപ്പിച്ചുകൊണ്ടാണ് റോക്ക് സ്റ്റാർ വിജയിച്ചിരിക്കുന്നത്. ഈ കളിയിലെ മാൻ ഓഫ് ദ മാച്ച് AKR. 12 പന്തിൽ നിന്ന് 45 റൺസ് നേടി 1 ഓവറിൽ 1 വിക്കറ്റ് നേടിയ AKR ആണ് ഈ ആദ്യ കളിയിലെ മാൻ ഓഫ് ദ മാച്ച്. താങ്ക് യു ഫോർ വാച്ചിങ് സ്ട്രീറ്റ് ഹീറോസ്.